നമസ്കാരം. തിലകൻ ചേട്ടൻ അജന്താലയും അജിത് കുമാറുമായി സംസാരിച്ച ദൂരദർശനിൽ വന്ന അഭിമുഖത്തിൻ്റെ ഒന്നാം ഭാഗം കണ്ട ഒരുപാട് പേർ ദിനേശേ, ദിനേശേട്ടാ, ദിനേശ് സാറേ, നമ്മൾ കരുതിയിരുന്ന ഒന്നും അല്ല അല്ലേ വാസ്തവത്തിൽ നടന്നത്. പാവമല്ലേ ഈ തിലകൻ ചേട്ടൻ സ്വപ്ന ജീവിയാണോ? അദ്ദേഹം തോന്നലുകളിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാം ഒരു ലിങ്കും ഇല്ല. അപ്പം അദ്ദേഹത്തെ പറ്റിച്ചിരുന്നു, സത്യത്തിൽ അദ്ദേഹത്തെ പറ്റിച്ചിരുന്നു. അമ്പലപ്പുഴയിൽ ഒരു CPI നേതാവുണ്ട്. അയാളാണ് തിലകൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയി നാടകങ്ങൾ കളിപ്പിച്ചത്. ബൈപ്പാസൊക്കെ കഴിഞ്ഞ ഒരുപാട് രോഗങ്ങളുള്ള ഒരു മനുഷ്യനെ മലയാള സിനിമയിൽ അഭിനയിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ സ്റ്റേജിൽ തട്ടിക്കയറും, ചേട്ടാ വാ ഞാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ഒരുപാട് സ്റ്റേജുകളിൽ ഉറക്കം വിളിപ്പിച്ച് ആ മനുഷ്യനെ അകാലത്തിൽ കൊന്നതിലൊരു പങ്ക് ഈ അമ്പലപ്പുഴയിലെ നേതാവിനുണ്ട്. കുറേ കാലം ജീവിച്ചു. ഫെഫ്കയുടെ പേരും പറ, അല്ലെങ്കിൽ തിലകൻ ചേട്ടൻ്റെ പേരും പറ. അതുപോലെ തന്നെ നമ്മൾ പേര് പോലും പറയാൻ അറയ്ക്കുന്ന ഈ ഞാൻ പറയുമല്ലോ എപ്പോഴും വിഗും വച്ച് റോസ് പൗഡറും അടിച്ച് കണ്ണുരുട്ടി മലയാള സിനിമയിലെ ഏറ്റവും സത്യസന്ധനും ശുദ്ധനും എന്താ പറയുക പച്ചവെള്ളം പോലും ചവച്ച് കുടിക്കുന്നവനുമായ മഹാൻ, ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ തിലകൻ ചേട്ടനെ മിസ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ആ മിസ്യൂസിൽ തിലകൻ ചേട്ടൻ പെട്ടുപോയി എന്നുള്ളതാണ്. എനിക്ക് വരുന്ന ഫോൺ കോളുകൾ ആലോചിക്കുമ്പോൾ, എന്നോട് ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഒരു ഹതഭാഗ്യനായ ജീവിതത്തിൽ നന്നായിട്ട് അഭിനയിച്ച ആളായിരുന്നു തിലകൻ ചേട്ടൻ. ഇനി ആരൊക്കെ എന്തൊക്കെ പറയാം, എന്നാൽ ക്യാമറയുടെ മുന്നിൽ അദ്ദേഹം നന്നായി ജീവിക്കുകയും ചെയ്തു. അതാണ് ആ ഒരു വലിയ മനുഷ്യൻ്റെ പ്രത്യേകത. ക്യാമറയുടെ മുന്നിൽ നന്നായിട്ട് അദ്ദേഹം ജീവിച്ചു. ബിഹേവിയറിലേ ഉള്ളൂ. സ്റ്റേജ് ആർട്ടിസ്റ്റാണെന്ന് തോന്നിക്കേയില്ലല്ലോ തിലകൻ ചേട്ടൻ. പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ നാടകം കൊണ്ടു നടന്ന ആളാണ്. കൃത്രിമ ഗൗരവം, ആരെയും കയറി ചീത്ത വിളിക്കുക, പരസ്യമായി ആര് കണ്ടുകൊണ്ടിരുന്നാലും എനിക്ക് പുല്ലേ മാത്രം എന്ന് പറഞ്ഞ് ബ്രീഫ് കേസ് തുറന്ന് വെച്ച് ചാരായം ഒഴിച്ച് കുടിക്കുക, മദ്യം വില കൂടിയ മദ്യം വാങ്ങിച്ചുകൊണ്ട് വെച്ച് കുടിക്കുക, സെറ്റ് ചെയ്തിരുന്നു, ആരെയും എന്തും പറയുക. അതൊക്കെ ജീവിതത്തിൽ സത്യത്തിൽ തിലകൻ ചേട്ടൻ അഭിനയിച്ചതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തിലകൻ ചേട്ടൻ അന്ന് മൊബൈലൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം നമുക്ക് P&Tയുടെ ഫോണ്, സർക്കാരിൻ്റെ ഫോണേ ഉള്ളൂ. ആ ഫോൺ റെക്കോർഡ് ചെയ്യാവുന്നൊരു സംവിധാനം ഗൾഫിൽ ഇറങ്ങി, വിദേശത്തെവിടെയോ ഇറങ്ങി. ഏതോ ഗൾഫ് യാത്രയ്ക്ക് പോയപ്പോൾ ആ ഒരു കുന്ത്രാട്ടം തിലകൻ ചേട്ടൻ വാങ്ങിച്ചു. എന്നാൽ ഇത് മിണ്ടാതെ വീട്ടിൽ കൊണ്ട് വച്ചേക്കണ്ടേ, കണക്ട് ചെയ്ത് വെച്ചിട്ട് മിണ്ടാതിരുന്നാൽ മതി. ചിത്രഭൂമി വാരികയിൽ അഭിമുഖം കൊടുത്തപ്പോൾ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ഇനി എന്നെ ചീത്ത വിളിക്കുന്നവന്മാർക്ക് ശരിക്കും മറുപടി കിട്ടിക്കൊള്ളും, എന്നെ അങ്ങനെ ഇനി പറ്റിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി അഭിമുഖം കൊടുത്തു. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, തിലകൻ ചേട്ടൻ ഏതെങ്കിലും ഒരു പടത്തിന് ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ ഈ ഫോണ് നിർത്താതെ അടിക്കും. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ അല്ല, ഈ ഡയൽ ചെയ്ത ആളിന് 3 മിനിറ്റോ എന്തോ കഴിയുമ്പോൾ ഫോൺ എടുക്കാതെ ആകുമ്പോൾ ഒരു മെസ്സേജ് ചെല്ലും, നിങ്ങൾ കേൾക്കുന്നത് തിലകൻ്റെ ശബ്ദമാണ്. തിലകൻ 18-ാം തീയതി മുതൽ അടുത്ത മാസം 10-ാം തീയതി വരെ ഊട്ടിയിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. നിങ്ങൾക്ക് തിലകനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു ബീപ്പ് ശബ്ദത്തിന് ശേഷം നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. തിലകൻ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം മറുപടി പറയേണ്ടതാണെങ്കിൽ പറയും. ബീപ്പ് കേൾക്കും. അപ്പം നമുക്ക് പറയാനുള്ളതൊക്കെ പറയാം. ഞാൻ ഈ കാര്യം ആചാര്യൻ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ശ്രീനിവാസനോട് പറഞ്ഞു, ഒരു നർമ്മമായിട്ട് പറഞ്ഞതാണ്. കാരണം ഒരുപാട് പേര് തിലകൻ ചേട്ടനെ അതിൽ വിളിച്ച് പറ്റിക്കുന്നുണ്ട്. അവരെല്ലാവരെയും പറ്റെഴുതുന്നത് തിരുവനന്തപുരത്തുകാരെയാണ്. തിലകൻ ചേട്ടൻ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് തലതെറിച്ചവന്മാരാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ശ്രീനിവാസൻ കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഞാൻ ഉണ്ട്, തിലകൻ ചേട്ടൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ തിലകൻ ചേട്ടൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയ സമയമാണ്. തിലകൻ ചേട്ടനുണ്ടല്ലോ ആചാര്യനിൽ. ഞങ്ങൾ ഫൈൻ ആർട്സ് കോളേജിൽ ഷൂട്ടിംഗ് നടക്കുന്ന ദിവസമാണ്. ശ്രീനിവാസൻ തിലകൻ ചേട്ടൻ്റെ നമ്പർ എൻ്റെ നിന്ന് വാങ്ങിച്ചു. എന്നിട്ട് വിളിച്ചപ്പോൾ ഇതുപോലെ തന്നെ ഈ സംസാരിക്കുന്നത് ഇന്ന ആളാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അല്ല, തിലകൻ ചേട്ടൻ ഫ്ലാറ്റിലുള്ളതുകൊണ്ട് തിലകൻ ചേട്ടൻ ഫോൺ എടുത്തു.
ശ്രീനിവാസൻ കരുതത് റെക്കോർഡ് ചെയ്യുകയാണെന്നാണ് വിചാരിച്ചത്. കാരണം അതിലാദ്യം അങ്ങനെയാണല്ലോ കേട്ടത്. അപ്പോൾ നിങ്ങളാരുവാ മലയാള സിനിമയിൽ ഒരു പുല്ലും അല്ലാതായി എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു ശ്രീനിവാസ് ചേട്ടൻ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ഊണ് കഴിഞ്ഞ് റസ്റ്റൊക്കെ എടുത്തിട്ട് തിലകൻ ചേട്ടൻ ലൊക്കേഷനിലേക്ക് എത്തി, കാർ ഓടിച്ചെത്തി. പ്രീമിയർ 118 എന്ന് പറഞ്ഞ വണ്ടിയാണ്. വന്നിറങ്ങുമ്പോൾ കടന്ത കുത്തിയതുപോലെ മുഖം ഇരിക്കുക, ആരുടെയും അടുത്തിരിക്കാതെ അപ്പുറത്തോട്ട് മാറിയിരുന്നു. ചിന്നിച്ചേട്ടൻ ചോദിച്ചു, എന്താണ് ഊണിൻ്റെ കറികളൊന്നും കൊള്ളൂലേ? കൊള്ളാം. വയറ് നിറച്ച് കഴിച്ചില്ലേ? കഴിച്ചു. പിന്നെന്താണ് മുഖത്തൊരു വൈക്ലഭ്യം? ഒന്നുമില്ല. എന്തുകൊണ്ട്? തിരുവനന്തപുരത്ത് ഏതോ തന്തയ്ക്ക് പറക്കാത്തവൻ എന്നെ ഇപ്പോൾ ഫോണിൽ വിളിച്ചു. എന്നിട്ട് എൻ്റെ വീട്ടിലൊരു റെക്കോർഡിംഗ് മെഷീനുണ്ട്. ആ റെക്കോർഡിംഗ് മെഷീനിലാണ് റെക്കോർഡാവുകയാണെന്നാണ് വിചാരിച്ചത്. ഞാൻ നേരിട്ട് എടുക്കുമെന്ന് വിചാരിച്ചില്ല അവൻ. എന്നിട്ട് എന്നെ കുറേ തെറി പറഞ്ഞു. എന്നിട്ട് ഞാനും ശരിക്ക് തെറി അങ്ങോട്ട് പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞോ തെറി എന്ന് ചോദിച്ചു. കാരണം തിലകൻ ചേട്ടൻ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു ശ്രീനിവാസ്. ഉറപ്പുള്ളതുകൊണ്ടാണ് കേൾക്കണേ. അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ തെറി പറഞ്ഞോ? എന്താ എനിക്ക് പേടി? എനിക്കൊരുത്തിനും പേടിയില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, തെറി ഇഷ്ടം പോലെ പറഞ്ഞു. അവൻ എന്നെ പറഞ്ഞ എൻ്റെ 5 ഇരട്ടി പറഞ്ഞു. ഒന്നും മിണ്ടാതെ അത് ശരി എന്നിട്ടിങ്ങനെ ഇങ്ങനെ വീട്ടിൽ ഈ ഫോണൊക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞേ? അത് ഞാൻ ചിത്രഭൂമിക്ക് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ പറഞ്ഞു. ആരെങ്കിലും പറയുമോ എൻ്റെ വീട്ടിൽ ഇന്നത് 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 എല്ലാം ഉണ്ടെന്ന് പറയുന്നതല്ലേ അബദ്ധം? അല്ലെങ്കിൽ അതവിടെ മിണ്ടാതിരിക്കില്ലായിരുന്നു. ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് തിലകൻ ചേട്ടൻ എന്തൊക്കെയോ പറയുന്നു ഭാവനയിൽ നിന്ന്. പാവം, തോന്നലുകളിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. തിലകൻ ചേട്ടനുമായിട്ട് ദൂരദർശന് വേണ്ടി അജന്താലയം അജിത് കുമാർ എന്ന് പറഞ്ഞ പ്രശസ്തനായ പത്രപ്രവർത്തകൻ നടത്തിയ അഭിമുഖത്തിലെ 2ാം ഭാഗമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ജാതീയമായി ഞാനൊരു ശ്രീനാരായണീയനാണ്, എന്നെ നായന്മാരെല്ലാം കൂടെ ഒതുക്കാൻ ട്രിവാൻഡ്രം ക്ലബ്ബിൽ മീറ്റിംഗ് കൂടി എന്നെ MGR വിളിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞതാണല്ലോ നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന്. എന്തായാലും ചോദിച്ചു, അമ്മ സംരക്ഷിക്കുന്നത് ആരുടെ താല്പര്യമാണ്? അമ്മ സംരക്ഷിക്കുന്നത് സൂപ്പർ താരങ്ങളുടെ താല്പര്യങ്ങളാണ്. മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ അവർ ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. തിലകനെ വരെ പുറത്താക്കി. പിന്നെയാണ് നിങ്ങൾ, തിലകൻ വലിയ നടനാണ് എന്ന് പറഞ്ഞ് പരത്തിയതോടെ എൻ്റെ നാശം തുടങ്ങിയെന്നും അദ്ദേഹം പറയുന്നു. തിലകൻ വലിയ നടൻ തന്നെയാണ്, പക്ഷേ അതാരാ പറഞ്ഞു പരത്തിയത്? അതുകൊണ്ട് അവർക്ക് എന്താണ് ഗുണം എന്ന് തിലകൻ ചേട്ടൻ ആലോചിക്കുന്നില്ല. തിലകൻ വലിയ നടനാണെന്ന് പറഞ്ഞാൽ തിലകൻ ചേട്ടൻ നാശമാണ് എങ്ങനെ? സാധാരണ സൂപ്പർ താരങ്ങൾ തമ്മിൽ യോജിക്കാറില്ല. ഇക്കാര്യത്തിൽ, അതായത് തിലകനെ ഒതുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് അവർ യോജിക്കുന്നത്. സൂപ്പർ താരങ്ങൾ തമ്മിൽ മത്സരമാണ്. അത് ഫാൻസിനെ വെച്ചുകൊണ്ടുള്ള യുദ്ധമാണ്. ഒരു സൂപ്പർ താരം വന്നാൽ ഫാൻസുകാർ കൂകും, മറ്റേയാൾ വന്നാൽ കൈയടിക്കും. ചിലപ്പോൾ പാലഭിഷേകം, മറ്റ് ചിലപ്പോൾ നെയ്യഭിഷേകം. സുബ്രഹ്മണ്യനും അയ്യപ്പനും ഒക്കെ ആയിട്ടാണ് സൂപ്പർ താരങ്ങളെ ഇവർ കരുതുന്നത്. സൂപ്പർ താരങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ യോജിച്ച് അഭിനയിക്കുകയാണ്. അപ്പോൾ എനിക്ക് തിലകൻ ചേട്ടനോട് ചോദിക്കാനുള്ളത്, സൂപ്പർ താരങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നതാണ് പുള്ളിക്ക് വിഷമം. പിന്നെന്താ വേണ്ടത് തിലകൻ ചേട്ടാ എന്ന് ചോദിക്കേണ്ടതാണ്. പരസ്പരം കണ്ടാൽ മിണ്ടരുത്, അനാരോഗ്യകരമായ സ്പർദ്ധ വളർത്തണം എന്നൊക്കെയാണോ എന്ന് അജന്താലയത്തിന് ചോദിക്കാമായിരുന്നു. പക്ഷെ അജന്താലയം ചോദിച്ചില്ല. ഈ സൂപ്പർ താരങ്ങളെ ജീവിതത്തിൽ അഭിനയമാണോ? ജീവിതത്തിൽ അഭിനയിക്കുന്നവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. ഞാൻ ജീവിതത്തിൽ അഭിനയിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. തെറ്റാണ്, 100% ആ നിരീക്ഷണം തെറ്റാണ്. ജീവിതത്തിൽ നല്ല നടനാണ് തിലകൻ ചേട്ടൻ. സിനിമയിലാണെങ്കിൽ അദ്ദേഹം അഭിനയിക്കില്ല, നന്നായിട്ട് ബിഹേവ് ചെയ്യും.
പിന്നെ തുറന്നു പറച്ചിൽ പലതും വൺ വേ ആയിരുന്നു. ജീവിതത്തിൽ അഭിനയത്തിന് സത്യസന്ധമായി തിലകൻ ചേട്ടൻ സ്വയം മാർക്കിട്ടാൽ പാസ് മാർക്ക് പോലും കിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് ഈ മമ്മൂട്ടിയോട് ഇത്ര വിരോധം? മമ്മൂട്ടിയോട് പലർക്കും വിരോധമുണ്ട്. സുരേഷ് ഗോപിക്ക്, മരിച്ചുപോയ മുരളിക്ക്, ഇവർക്കൊക്കെ വിരോധമുണ്ട്. രണ്ടുപേരും എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തതെന്ന് എനിക്കറിയില്ല. സുരേഷ് ഗോപി പഴശ്ശിരാജയിൽ അഭിനയിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സുരേഷ് ഗോപി തുറന്ന് പറയണം. എനിക്കതിൽ പറയാനുള്ളത്, ഒരു വടക്കൻ വീരഗാഥയുടെ കാസ്റ്റിംഗ് സമയത്ത് സുരേഷ് ഗോപി ചെയ്ത ആരോമൽ ചേകവരുടെ വേഷം തൻ്റെ സുഹൃത്തായ രതീഷിന് നൽകാമോ എന്ന് മമ്മൂട്ടി ഹരിഹരൻ സാറിനോട് ചോദിച്ചു. തൃഷ്ണ അടക്കം തുടക്കകാലത്ത് മമ്മൂട്ടിയെ സഹായിച്ച സുഹൃത്താണ് രതീഷ്. ഈ വേഷം സുരേഷ് ഗോപിക്ക് കൊടുത്തുപോയി എന്ന് സംവിധായകൻ പറഞ്ഞു. പക്ഷേ ഇതറിഞ്ഞിടം മുതൽ സുരേഷ് ഗോപി പരസ്യമായി കാണുമ്പോൾ സ്നേഹവും, കാണാത്തപ്പോൾ മോശം പരാമർശങ്ങളും പറയുന്നത് എന്താണെന്ന് പലരിൽ നിന്നും എനിക്കറിയാവുന്ന സംഗതി അതാണ്. സുരേഷ് ഗോപി മമ്മൂട്ടിയെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. വീട് വെച്ചപ്പോൾ പോലും പ്ലാനൊക്കെ വരച്ചിട്ട് അത് കെട്ടി ഓരോ ഘട്ടം എത്തുമ്പോഴും മമ്മൂട്ടിയെ വീട്ടിൽ വിളിച്ചുകൊണ്ട് ഈ ശാസ്ത്രകാലത്തെ വീട്ടിൽ വിളിച്ച് വീടിൻ്റെ പുരോഗതി നടക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. മമ്മൂട്ടിയുടെ സജഷൻ കേൾക്കുമായിരുന്നു. പക്ഷേ സുരേഷ് ഗോപിയെ വെട്ടി രതീഷിന് കൊടുക്കാമോ എന്നല്ല ചോദിച്ചത്. ഇങ്ങനെ രതീഷ് വെറുതെ ഇരിക്കുകയാണ്, അവന് ഈ വേഷം കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹരൻ സാർ പറഞ്ഞു അത് സുരേഷ് ഗോപിക്ക് ഫിക്സ് ചെയ്ത് പോയി. അവിടെ ആ ചാപ്റ്റർ അവസാനിച്ചു. പക്ഷേ എനിക്ക് വച്ചിരുന്ന വേഷം രതീഷിന് വേണ്ടി കളിച്ചല്ലോ എന്നുള്ളൊരു പക സുരേഷ് ഗോപി ഒരുപാട് കാലം കൊണ്ട് നടന്നിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നന്ദി, നമസ്കാരം.